ഫ്രാൻസിസ് പാപ്പ ഈ അപ്പോസ്തലിക ഉത്ബോധനത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയും: ദൈവമാതാവിലാണ് പ്രത്യാശ അതിൻ്റെ പരമോന്നത സാക്ഷ്യം കാണുന്നത്. വിശ്വസ്തതയാണ് ദൈവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷത. പ്രത്യാശ ക്രിസ്തുവിൻ്റെ പെസഹാ രഹസ്യങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുന്നു എന്നതാണ്. യേശു ക്രിസ്തുവിൽ നങ്കൂരമിട്ടിരിക്കുന്നതാണ് ക്രിസ്തീയ പ്രത്യാശ. കത്തോലിക്കരായ നമുക്ക് പ്രത്യാശയിൽ വളരുവാൻ നമ്മെ നിരന്തരം സഹായിക്കുന്നത്, നമ്മെ നിരന്തരം പരിപോഷിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമാണ്. ഒരർത്ഥത്തിൽ പ്രത്യാശയാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ചലിപ്പിക്കുന്നത് അവനിലുള്ള ഈ പ്രത്യാശയാണ്. ഞാൻ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളിൽ അടിസ്ഥാനമിട്ട പ്രത്യാശയാണ് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആരോഗ്യമാതാവ്, പ്രത്യാശയുടെ കിരീടം. ഈ വിഷയത്തെക്കുറിച്ചുള്ള വചന വിചിന്തനം ആരംഭിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ പ്രത്യാശ പകരുന്ന 1-2 തിരുവചനങ്ങൾ ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറെ പ്രത്യേകിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അത് എനിക്ക് പ്രത്യാശ നൽകുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. കർത്താവിൻ്റെ വിശ്വസ്തത ഉന്നതമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വചനങ്ങളാണിത്. രണ്ടാമതായി ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനമാണ്. ഇസ്രയേൽ മക്കൾ പ്രവാസത്തിൻ്റെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അവർക്ക് പ്രത്യാശ പകരുന്ന തിരുവചനമാണിത്. കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. സ്നേഹ ബഹുമാനമുള്ളവരെ, പരിശുദ്ധ അമ്മ പ്രത്യാശയുടെ മനോഹരമായ മാതൃകയാണ് എന്ന് ചിന്തിക്കുന്നതിന് പശ്ചാത്തലമായി വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രത്യാശയെക്കുറിച്ചുള്ള 2-3 കാര്യങ്ങൾ ആമുഖമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലുടനീളം പ്രത്യാശ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത് ആഴമായ ശുഭ പ്രതീക്ഷയാണ്. ആഴമായ ഈ ശുഭപ്രതീക്ഷയുടെ അടിസ്ഥാനം ഇതാണ്: ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയിലും അടിസ്ഥാനമിട്ടുകൊണ്ടാണ് പഴയ നിയമത്തിൽ പ്രത്യാശ എന്നുള്ളൊരു പുണ്യം വിശ്വാസികൾക്ക്, ദൈവവചനം ശ്രവിക്കുന്നവർക്ക് നൽകപ്പെടുന്നത്. പ്രത്യാശ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. ദൈവം ആ വാഗ്ദാനങ്ങളിൽ എല്ലായ്പ്പോഴും വിശ്വസ്തനാണ്. വിശ്വസ്തതയാണ് ദൈവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷത. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഇതാണ് അവിടെ കാണുന്നത്. അബ്രഹാമിൻ്റെ ദൈവവിളി കാണാൻ പാടില്ലാത്തൊരു നാട്ടിലേക്ക് ദൈവം ക്ഷണിക്കുമ്പോൾ എല്ലാം വിട്ടുപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം വിളിക്കുന്ന ദൈവം തൻ്റെ വാക്കുകളിൽ, തൻ്റെ വചനങ്ങളിൽ, തൻ്റെ വാഗ്ദാനങ്ങളിൽ അവൻ വിശ്വസ്തനാണ് എന്നുള്ള അടിസ്ഥാന പ്രമാണമാണ്. വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നൊരു കാര്യം അതാണ്. രണ്ടാമതായി, പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രത്യാശയുടെ, ഏറ്റവും പ്രധാനമായി ക്രൈസ്തവ പ്രത്യാശയുടെ അടിസ്ഥാനം
പ്രത്യാശ ക്രിസ്തുവിൻ്റെ പെസഹാ രഹസ്യങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുന്നു എന്നതാണ്. ഒരു കത്തോലിക്കന്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യാശയുടെ നിദാനം യേശു ക്രിസ്തുവാണ്. പ്രത്യേകിച്ച് യേശുവിൻ്റെ ജീവിതവും അവിടുത്തെ സന്ദേശവും. അതിൽ പ്രധാനമായി യേശുവിൻ്റെ പെസഹാ രഹസ്യമാണ് അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും. ക്രിസ്തീയ പ്രത്യാശയുടെ അടിസ്ഥാനം അതാണ്. യേശു ക്രിസ്തുവിൽ നങ്കൂരമിട്ടിരിക്കുന്നതാണ് ക്രിസ്തീയ പ്രത്യാശ. മൂന്നാമതായി നമ്മൾ ഓർമ്മിക്കുവാനുള്ളത്, കത്തോലിക്കരായ നമുക്ക് പ്രത്യാശയിൽ വളരുവാൻ നമ്മെ നിരന്തരം സഹായിക്കുന്നത്, നമ്മെ നിരന്തരം പരിപോഷിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും തൻ്റെ പ്രത്യേകമായ ദാനങ്ങളാലും കൃപകളാലും പ്രത്യാശയിൽ വളരുവാൻ, പ്രത്യാശഭരിതരായി മുന്നേറുവാനായിട്ട് നമ്മെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാമതായി ഒരു കാര്യം ഓർമ്മിക്കുവാനുള്ളത്, പ്രത്യാശയുള്ളവർ, പ്രത്യാശ അനുഭവിക്കുന്നവർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളുടെയും, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളുടെയും വേദനകളുടെയും പ്രലോഭനങ്ങളുടെയും പരീക്ഷകളുടെയും നടുവിലും അവർ പിടിച്ചു നിൽക്കുന്നവരാണ്. അവർ ക്ഷമയോടുകൂടി അതിലൂടെ കടന്നു പോകുന്നവരാണ്. പ്രത്യാശയുടെ ഈ പ്രധാനപ്പെട്ട 4 സവിശേഷതകളും നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും വെച്ചുകൊണ്ട് വേണം നമ്മൾ പരിശുദ്ധ അമ്മയിലേക്ക് പ്രത്യാശയുടെ മനോഹരമായ മാതൃകയായി നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത്. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യാശ എന്നുള്ള ദൈവിക പുണ്യത്തെക്കുറിച്ച് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് 16 പാപ്പ സ്പേ സാൽവി പ്രത്യാശയിൽ രക്ഷ എന്നൊരു ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചിരുന്നു. ഒരർത്ഥത്തിൽ പ്രത്യാശയാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ചലിപ്പിക്കുന്നത് അവനിലുള്ള ഈ പ്രത്യാശയാണ്. ഞാൻ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളിൽ അടിസ്ഥാനമിട്ട പ്രത്യാശയാണ് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആ കാഴ്ചപ്പാടിൽ പ്രത്യാശയിലാണ് രക്ഷ എന്നുള്ള തൻ്റെ വിചിന്തനം അവസാനിപ്പിക്കുമ്പോൾ ബെനഡിക്ട് 16 പാപ്പ എല്ലാം സംഗ്രഹിച്ച് പറയുന്നൊരു കാര്യം ഇതാണ്: പരിശുദ്ധ കന്യകാ മറിയമാണ് പ്രത്യാശയുടെ താരകം, സ്റ്റെല്ല മാരിസ്, സമുദ്ര താരകം, സമുദ്ര നക്ഷത്രം എന്നുള്ള പ്രത്യേക സവിശേഷത ആ വാക്കുകൾ കൊണ്ടാണ് ബെനഡിക്ട് 16 പാപ്പ പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കട്ടെ. പാപ്പ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രത്യാശയുടെ മനോഹര മാതൃകയാണെന്ന് പറയുന്നിടത്ത് ഈ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യ ജീവിതം ഒരു യാത്രയാണ്. ഏത് ലക്ഷ്യത്തിലേക്കാണത് എന്ന ചോദ്യം പ്രസക്തമാണ്. എങ്ങനെയാണ് നാം മാർഗം കണ്ടെത്തുക? പലപ്പോഴും ഇരുണ്ടതും കൊടുങ്കാറ്റ് നിറഞ്ഞതുമായ ചരിത്രത്തിൻ്റെ സാഗരത്തിലൂടെയുള്ള ഒരു കപ്പൽ യാത്ര പോലെയാണ് നമ്മുടെ ജീവിതം. ഈ യാത്രയിൽ പാത കാട്ടുന്നതിനുള്ള നക്ഷത്രത്തിനായി നാം ഉറ്റുനോക്കുന്നു. നല്ല ജീവിതം നയിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നക്ഷത്രങ്ങൾ. തീർച്ചയായും ക്രിസ്തുവാണ് യഥാർത്ഥ പ്രകാശം. ചരിത്രത്തിലെ എല്ലാ നിഴലുകൾക്കും മുകളിൽ ഉദയം ചെയ്ത സൂര്യനാണ് അവിടുന്ന്. പക്ഷേ അവിടുത്തെ പക്കലെത്തുന്നതിന് നമുക്ക് സമീപസ്ഥമായ വെളിച്ചം ആവശ്യമുണ്ട്. അവിടുത്തെ പ്രകാശത്തിൽ പ്രശോഭിക്കുകയും അങ്ങനെ നമ്മെ വഴി നടത്തുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് പ്രത്യാശയുടെ ഒരു നക്ഷത്രമായിരിക്കുവാൻ മറിയത്തെക്കാൾ അധികമായി ആർക്കാണ് കഴിയുക? നമുക്ക് പ്രത്യാശയുടെ ഒരു നക്ഷത്രമായിരിക്കുവാൻ മറിയത്തെക്കാൾ അധികമായി ആർക്കാണ് കഴിയുക? വാസ്തവത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും മനോഹരമായ ആ ഒരു ചിത്രം നമ്മൾ കാണുന്നത് ഇന്നത്തെ ആദ്യത്തെ വായനയിൽ പ്രവാചകനിലൂടെ, പ്രവാചകനിലൂടെ എഫ്രേത്ത, ബത്ലഹേം, ഏറ്റവും ചെറിയ നഗരമാണ് നീ, നിന്നിൽ നിന്നാണ് ഇസ്രയേലിനെ ഭരിക്കേണ്ടവൻ ആഗതനാകുന്നത് എന്ന് ഭാവിയിൽ വരുവാനിരിക്കുന്ന മിശിഹായെ, രക്ഷകനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവാചകൻ നടത്തുന്ന പ്രഖ്യാപനം.
ബത്ലഹേം ഒരു ചെറിയ പട്ടണമാണ്. വളരെ നിസ്സാരമായ, അധികമാരും അറിയപ്പെടാതിരുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് രക്ഷാചരിത്രത്തിൻ്റെ തുടക്കം നമ്മൾ കാണുന്നത്. അതിന് സമാനമായ ചിത്രമാണ് പുതിയ നിയമത്തിൽ. ദൈവം തൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി തൻ്റെ പുത്രനായ യേശുവിൻ്റെ അമ്മയാകുവാനായി പരിശുദ്ധ കന്യകാമറിയത്തെ വിളിക്കുന്നു. ഗ്രാമീണ കന്യകയാണ്. നസ്രത്ത് എന്ന ചെറിയ പട്ടണത്തിൽ നിന്നാണ് ആ വലിയ ദൈവവിളി കന്യകയായ പരിശുദ്ധ മറിയത്തിന് ദൈവം നൽകുന്നത്. സ്നേഹ ബഹുമാനമുള്ളവരെ, നമുക്കറിയാം ഈ അമ്മയുടെ തിരുനാൾ, ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ വളരെയേറെ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു അവസരമാണ്. നമ്മുടെ വീടുകളിൽ, ഭവനങ്ങളിൽ ആരുടെയെങ്കിലും ഒരു ജന്മദിനം വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷത്തിൻ്റെ, ആഘോഷത്തിൻ്റെ അവസരമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയൂണിൻ്റെ അവസാനം പായസം കൊടുത്തു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഓണത്തിന് ബാക്കി വന്നതായിരിക്കും. അല്ല, ഇതിന്നുണ്ടാക്കിയതാണ്. പരിശുദ്ധ അമ്മയുടെ പിറന്നാളാണ്. അത്രയും ഹൃദയസ്പർശിയായിട്ട് നമ്മൾ അമ്മയെ കാണുന്നു, പരിശുദ്ധ കന്യകാ മറിയത്തെ കാണുന്നു. അവളുടെ ജീവിതമാണ് കത്തോലിക്കരായ വിശ്വാസികളായ നമ്മുടെ ജീവിതയാത്രയിൽ പ്രത്യാശയായി, വഴികാട്ടിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സ്നേഹ ബഹുമാനമുള്ളവരെ, ഈ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് മനോഹരമായി സുവിശേഷങ്ങളിൽ അവതരിപ്പിക്കുന്ന ചില രംഗങ്ങളുണ്ട്. ഫ്രാൻസിസ് പാപ്പ ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് നൽകിയ സന്ദേശം പ്രത്യാശയുടെ തീർത്ഥാടകനാകുവാനുള്ള ആഹ്വാനമാണ്. അതിന് നമ്മെ പ്രചോദിപ്പിക്കുവാനായിട്ട് അദ്ദേഹം നൽകിയ ജൂബിലി ബൂളയിൽ അദ്ദേഹം തിരഞ്ഞെടുത്തത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന ചിന്തയാണ്. ഫ്രാൻസിസ് പാപ്പ ഈ അപ്പോസ്തലിക ഉത്ബോധനത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയും: ദൈവമാതാവിലാണ് പ്രത്യാശ അതിൻ്റെ പരമോന്നത സാക്ഷ്യം കാണുന്നത്. ദൈവമാതാവിലാണ് പ്രത്യാശ അതിൻ്റെ പരമോന്നതമായ സാക്ഷ്യം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഓരോ സന്ദർഭങ്ങളും, ഓരോ സംഭവവും, അവൾ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യാശയുടെ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ അമ്മ പ്രത്യാശാഭരിതമായ ജീവിതമാണ് നയിച്ചത് എന്ന്. ഒരു 4 സന്ദർഭങ്ങൾ വളരെ ഹ്രസ്വമായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. ആദ്യമായി നമ്മൾ ഈ അമ്മയെ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളിലാണ്. അവിടെ കാണുന്നത് മംഗളവാർത്തയാണ്. ദൈവപുത്രന് അമ്മയാകുവാനായി ഒരു സ്ത്രീയുടെ, ഒരു കന്യകയുടെ സമ്മതം വാങ്ങുവാനായി ഗബ്രിയേൽ ദൂതനെത്തുന്നതാണ്. അവിടെ കാണുന്നത് മനോഹരമായ ആ വിവരണത്തിൽ മറിയം ഏറ്റവും അവസാനം പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള മറിയത്തിൻ്റെ സമ്പൂർണമായ ശരണവും പ്രത്യാശയുമാണ് അവിടെ ഈ പ്രത്യുത്തരത്തിൽ, മറുപടിയിൽ തെളിഞ്ഞ് കാണുന്നത്. വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് നടത്തുന്ന വാഗ്ദാനങ്ങൾ അവിടുന്ന് പൂർത്തീകരിക്കും. ഈ ഒരു അവബോധത്തിലാണ്, വിശ്വാസത്തിലാണ് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ തിരുഹിതത്തിന് മുന്നിൽ സമ്പൂർണമായി തന്നെ സമർപ്പിക്കുന്നത്. ദൈവഹിതത്തിന് അനുസരണയുള്ളവളായി അവൾ മാറുന്നത്, അതിന് നിദാനമായി നിൽക്കുന്നത് അവൾക്ക് ഈ സന്ദേശം നൽകുന്ന ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് താൻ പറയുന്ന കാര്യങ്ങൾ നിർവഹിക്കും എന്നുള്ളതാണ്. രണ്ടാമതായി ഈ സന്ദർഭത്തിൽ നമ്മൾ കാണും, മറിയം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദൂതൻ അവളോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്നിൽ എഴുന്നള്ളി വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. സത്യത്തിൽ പ്രത്യാശയിൽ നിലനിൽക്കുന്നതും പ്രത്യാശയിൽ വളരുന്നതും നമ്മിൽ ഓരോരുത്തരുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയുമാണ്. പരിശുദ്ധ മറിയം ആ യാത്രയിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തൻ്റെ ഹൃദയവും ജീവിതവും മനസ്സും തുറന്നു കൊടുത്തു. പിന്നെ അവൾ ആത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവളായി മാറുന്നതാണ് നാം കാണുന്നത്. മനോഹരമാണ്. ദൈവം വിളിക്കുന്നു, മറിയം വിശ്വാസത്തിൽ പ്രേരിതരായി പ്രത്യാശയോടുകൂടി പ്രത്യുത്തരിക്കുന്നു. 38-ാം തിരുവചനം, ഇതാ കർത്താവിൻ്റെ ദാസി,
നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. സമ്പൂർണമായും ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്ന ദൈവത്തിൻ്റെ ആ വിളിക്ക് അവൻ്റെ വാക്കുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടൊരു യാത്രയാണ് പ്രത്യാശന് നിദാനമായി നിൽക്കുന്നത്. സ്നേഹമുള്ളവരെ, അടുത്ത് നമ്മൾ കാണുന്നത് ഇളയമയെ സന്ദർശിച്ചു കഴിയുമ്പോൾ എലിസബത്ത് മറിയത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്നു. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരെയുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന് എന്നെല്ലാം പറയുമ്പോൾ മറിയം ഉടനെ തന്നെ അനുസ്മരിച്ചുകൊണ്ട് അവൾ ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആലപിക്കുന്ന സ്തോത്രഗീതമുണ്ട്. ആ സ്തോത്രഗീതത്തിലെ വരികൾ ഓരോന്നും നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ പൂർവ്വപിതാക്കളിലൂടെ ഇസ്രയേൽ മക്കളിലൂടെ പ്രവാചകന്മാരിലൂടെ ദൈവം നടത്തിയ രക്ഷയുടെ വാഗ്ദാനം, അവയെക്കുറിച്ച് തികഞ്ഞ അവബോധമുള്ള മറിയമാണ്. ആ എല്ലാ അനുഭവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ആ സ്തോത്രഗീതം ആലപിക്കുന്നത്. അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിലും നീതിയിലുമുള്ള മറിയത്തിൻ്റെ അഗാധമായ പ്രത്യാശ പ്രകടമാക്കുന്നതാണ് ഈ സ്തോത്രഗീതം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് മറിയം വിശ്വസിച്ചു, അവൾ പ്രത്യാശിച്ചു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിക്കുന്നവനും വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവങ്ങൾ നൽകുന്നതുമാണെന്ന് അവൾ ഈ സ്തോത്രഗീതത്തിലൂടെ ആലപിക്കുന്നു. സ്നേഹ ബഹുമാനമുള്ളവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് ആ കണ്ണുകളോടുകൂടി ജീവിതത്തെയും തൻ്റെ ജനത്തിൻ്റെ ചരിത്രത്തെയും ജീവിതാനുഭവങ്ങളെ നോക്കിക്കാണുന്ന മറിയത്തെ നാം തിരിച്ചറിയുകയാണ്. വിനീതദാസിയായി പരിശുദ്ധ അമ്മ നിൽക്കുന്നു. വിനീതരെയാണ് ദൈവം ഉയർത്തുന്നത്, എളിമയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അവരിലൂടെയാണ് ദൈവം തൻ്റെ ചരിത്രം നിർമ്മിക്കുന്നത്, തൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജന്മത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രത്യേകമായ ലക്ഷ്യം നിറവേറ്റുവാൻ വേണ്ടി, അതിനു വേണ്ടിയുള്ളൊരു ജന്മമാണ് ഈ പരിശുദ്ധ അമ്മയുടെ ജന്മം. ദൈവത്തിന് അവളെക്കുറിച്ച് രക്ഷാകര പദ്ധതിയിൽ ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ടായിരുന്നു, ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൻ്റെ നിറവേറലിന് വേണ്ടി പരിശുദ്ധ അമ്മ ജന്മം കൊണ്ടതാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഓരോരുത്തരും ജനനത്തെക്കുറിച്ച്, ജന്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഞാൻ നേരത്തെ അനുസ്മരിച്ചതുപോലെ നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആ പദ്ധതിയാണ്. ദൈവത്തിന് എന്നെക്കുറിച്ച്, എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, ഞാൻ അംഗമായിരിക്കുന്ന ഈ സഭാസമൂഹത്തെക്കുറിച്ച്, പൊതുസമൂഹത്തെക്കുറിച്ച് എന്നിലൂടെ എന്തൊക്കെയോ നിർവഹിക്കുവാനുണ്ട്. ആ ദൈവത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശത്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ ദൈവം എനിക്ക് ജന്മം നൽകിയത്. പരിശുദ്ധ അമ്മയുടെ ഈ ജനന തിരുനാളിൽ ദൈവത്തിൻ്റെ കൃപയും എൻ്റെ പ്രത്യുത്തരവും എൻ്റെ സമ്മതവും അല്ലെങ്കിൽ എൻ്റെ സഹകരണവും എൻ്റെ സ്വാതന്ത്ര്യവും സംഗമിക്കുന്നിടത്താണ് ദൈവിക പദ്ധതി പൂർത്തിയാകുന്നത്. പരിശുദ്ധ അമ്മ ആ വഴിയിലൂടെ സഞ്ചരിച്ച് പ്രത്യാശയിൽ വളരുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതൊരു സന്ദർഭം ഞാൻ അനുസ്മരിക്കുവാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ്. മറിയത്തിൻ്റെ സാന്നിധ്യം കാണുന്നത് കുരിശിൻ്റെ ചുവട്ടിലാണ്. പ്രത്യാശയുള്ള ഒരാൾക്ക് മാത്രമേ, വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരിടത്ത് ആ നേരത്ത് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. എത്ര ദാരുണമായ മരണമാണ് യേശുവിനുണ്ടായത്. പീഡാനുഭവങ്ങളിലൂടെ കുരിശിൽ അവൻ മരിക്കുന്നത് പെറ്റമ്മ കണ്ട് ആ കുരിശിൻ്റെ ചവിട്ടിൽ, ആ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് അവൾ നിൽക്കുന്നു. അതിനവളെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസമാണ്. തൻ്റെ പുത്രൻ പീഡകളിലൂടെ കടന്നു പോകും, കുരിശിൽ മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ വചനങ്ങളിലുള്ള അവളുടെ ഉറപ്പായ വിശ്വാസമാണ്, അവളുടെ പ്രത്യാശയാണ്. അങ്ങനെ സഹനങ്ങളുടെയും വേദനകളുടെയും ഇടയിലൂടെ അതിനെ അഭിമുഖീകരിച്ച് അതനുഭവിച്ച് മുന്നോട്ട് നിൽക്കുന്ന അമ്മ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൾ ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളെയും രക്ഷാകര പദ്ധതിയും അവൾ പ്രത്യാശയോടുകൂടി കാണുന്നു എന്നതാണ്. ഉയർപ്പിൽ അവൾ ഉറപ്പായും വിശ്വസിച്ചു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നതിൽ പരിശുദ്ധ അമ്മ വിശ്വസിച്ചു. തീർത്ഥാടകരായിട്ടാണ് സഭ നമ്മെ ഈ വർഷം യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്.
നമ്മുടെ ഈ ഇടവും തീർത്ഥാടനം, പരിശുദ്ധ മറിയത്തിൻ്റെ തീർത്ഥാടന സ്ഥലമെന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത് ആത്യന്തികമായ ലക്ഷ്യം ദൈവസന്നിധിയിലേക്കുള്ള യാത്രയാണ്. സ്വർഗീയ ഭവനം ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ സ്വർഗാരോപിതരാകേണ്ട, യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് നിത്യജീവനിലേക്ക് പ്രാപിക്കേണ്ടവരാണ്. ജീവിതത്തിൻ്റെ അർത്ഥം അവിടെയാണ് ക്രിസ്ത്യാനി കണ്ടുമുട്ടുന്നത്. പ്രത്യാശയുടെ ഉറപ്പ് നമുക്ക് അവിടെയാണ്. അങ്ങനെ ഒരു സൗഭാഗ്യകരമായ ജീവിതത്തിൻ്റെ ലക്ഷ്യമില്ലാത്തവർക്ക് നിരർത്ഥകമാണ് ഈ ലോകത്തിലെ ജീവിതം. എങ്ങനെയും ജീവിക്കാം, തിന്നു കുടിച്ച് ആനന്ദിച്ച് ആർക്കും എന്തും സംഭവിച്ചാലും എനിക്കൊരു കൂസലുമില്ല എന്ന് അമിതമായ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വഴികളിലൂടെ മറ്റുള്ള അനേകം മനുഷ്യരുടെ വേദനകളും ദുഃഖങ്ങളും ഒന്നും കാര്യമാക്കാതെ തന്നിഷ്ടത്തോടെയുള്ള ജീവിതങ്ങളിലേക്ക് പോകുവാൻ നമുക്ക് സാധ്യമാണ്. പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ്റെ ഉയർപ്പിലും നിത്യജീവനിലും പ്രത്യാശ അർപ്പിച്ചുകൊണ്ടാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത്. ക്രിസ്തീയ ജീവിതം സുഖകരമായ ഒരു യാത്രയല്ല. ജീവിതം തന്നെ ദുഃഖവും സന്തോഷവും സമ്മിശ്രമായി നിൽക്കുന്ന ഒരനുഭവമാണ്. പ്രതിസന്ധികളുണ്ട്, എളുപ്പമുള്ള വഴികളുമുണ്ട്. നമ്മുടെ മുന്നിൽ നമുക്ക് ഇങ്ങനെയുള്ള സഹനങ്ങളുടെയും വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും നടുവിലൂടെ ഒരുമിച്ച് ക്ഷമയോടുകൂടി പ്രത്യാശയിൽ യാത്ര ചെയ്യുവാനുള്ള വിളിയാണ് പരിശുദ്ധ അമ്മ നൽകുന്നത്. സ്നേഹമുള്ളവരെ, നാലാമതൊരു രംഗം നമുക്കറിയാവുന്നത്, പരിശുദ്ധ അമ്മ വിശ്വാസികളായ നമുക്ക് നിരന്തരം പ്രത്യാശ നൽകുന്നതിന് ഒരു കാരണമായി നിൽക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സഭയുടെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്? പരിശുദ്ധ അമ്മ നമുക്ക് മക്കളായ നമുക്ക് മധ്യസ്ഥയാണ്. അവൾ അഭിഭാഷകയാണ്. നമുക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മുടെ ഇടയിൽ നിന്ന് അവൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. നമുക്ക് ആ രംഗമറിയാം. കാനായിലെ വിവാഹം. നേരത്തെ പറഞ്ഞ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സാന്നിധ്യം അതൊരു ദുഃഖത്തിൻ്റെയും വേദനയുടെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു ഇടമാണ്. അവിടെയാണ് അമ്മ നിൽക്കുന്നത്. നമ്മൾ അതിനു മുമ്പ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. രണ്ട് യുവതി യുവാക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ആഘോഷം, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. മനോഹരമായ വചനം ഇതാണ്: യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും മുഹൂർത്തത്തിൽ ഇതുപോലൊരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ, സ്വകാര്യമായ അനുഭവങ്ങളിൽ, കുടുംബത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെ നടുവിലും അവിടെ യേശുവിൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ ഉണ്ട് എന്നുള്ള അനുഭവം നമുക്കറിയാം. വീഞ്ഞ് തീർന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ യേശുവിനോട് പറയുന്നൊരു വചനമുണ്ട്: അവർക്ക് വീഞ്ഞില്ല. എത്ര മനോഹരമാണ്! അവർക്ക് വീഞ്ഞില്ല. ഒരു കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷവും ക്ഷണനേരം കൊണ്ട് നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ആഘോഷത്തിന് ഒരു കുറവും വരാതിരിക്കും. അവിടെ ജീവിതത്തിൻ്റെ മാധുര്യം നിലനിർത്തുവാൻ വേണ്ടി അമ്മ ഇടപെടുന്നു. അവർക്ക് വീഞ്ഞില്ല. അവിടെ ആവശ്യമായിരിക്കുന്ന കുറവും ഇല്ലായ്മയും പരിശുദ്ധ അമ്മ ആരോടാണ് ഉണർത്തിക്കേണ്ടതെന്ന് അവൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. എല്ലാം അവൾക്ക് മാത്രമേ അറിയൂ യേശു ആരാണെന്ന്. ദൈവപുത്രനാണ്, മിശിഹയാണ്, രക്ഷകനാണെന്ന് ഈ അമ്മയ്ക്ക് മാത്രമേ ആ കാലത്ത്, ആ സന്ദർഭങ്ങളിൽ അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിനോടാണ് ഉണർത്തിക്കുന്നത്. ഞാൻ ഓർക്കുന്നത്, ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ, ഞാൻ വളരെ ഒരു ചെറിയ കുട്ടിയായി എൻ്റെ പരിസരത്ത് വളരുമ്പോൾ എൻ്റെ വീടിനടുത്തൊരു അമ്മച്ചി, വളരെ സജീവമായ അവരുടെ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അവർ മരിച്ചുപോയി. അവർ ഏതാണ്ട് പരിശുദ്ധ അമ്മയുടെ ഇതുപോലൊരു മനസ്സുള്ളൊരു വികാരമുള്ളൊരു സ്ത്രീയാണ്. അവർക്ക് വീഞ്ഞില്ല. അവരുടെ മക്കൾ ഗൾഫ് നാടുകളിലാണ്. സൗകര്യമുള്ള ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അവർ അവധിക്ക് വരുമ്പോൾ ഈ അമ്മ അവരുടെ അയൽപക്കത്തുള്ള ഇല്ലായ്മകളിലൂടെ കടന്നു പോകുന്ന ആളുകളെക്കുറിച്ച് ആ മക്കളോട് പറയും: അവർക്ക് പുസ്തകം വാങ്ങുവാൻ കാശില്ല, അവർക്ക് മരുന്ന് വാങ്ങുവാൻ കാശില്ല, അവർക്ക് ഭക്ഷണത്തിന് കാശില്ല, അവർക്ക് പുതിയൊരു വസ്ത്രം വാങ്ങുവാൻ കാശില്ല, അവർക്ക് ഇല്ല, ഇതില്ല, അതില്ല. ഇതവർ പറയുമ്പോൾ അവർക്കുള്ളത് മകൾ എന്തെങ്കിലും സഹായം അവർക്ക് നൽകുമെന്നുള്ള ഉറപ്പാണ്. അവർക്ക് പ്രത്യാശയാണ്. മകളുടെ സ്വഭാവവും പങ്കുവയ്ക്കുന്ന നൽകുന്ന ഓർമ്മകളും ഉള്ളതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള സാന്നിധ്യങ്ങൾ ജീവിതത്തിനിടയിൽ നമ്മൾ പലതവണ കണ്ടുമുട്ടും. അങ്ങനെയുള്ള സാന്നിധ്യങ്ങളായി അനേകർക്ക് പ്രത്യാശ പകരുവാനുള്ള വിളിയാണ് ദൈവം നമുക്ക് ഓരോരുത്തരും നൽകുന്നത്. അവർക്ക് വീഞ്ഞില്ല.
നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും കഴിഞ്ഞുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാം നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതല്ലെന്നും അത് അത്യാവശ്യക്കാർക്കും നൽകേണ്ടതും പങ്കുവെക്കേണ്ടതുമാണെന്നുള്ള പാഠമാണ് അമ്മ പറയുന്നത്. ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി വളരുവാൻ പരിശുദ്ധ അമ്മ നൽകുന്ന ഏറ്റവും ചുരുങ്ങിയ ആ മാർഗം ഇതാണ്: അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. സ്നേഹമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസ ജീവിതയാത്രയിൽ പലതരത്തിലുള്ള വഴികൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ദൈവം കരുണീയമായ മാർഗം നമുക്ക് പറഞ്ഞു തരുന്നത് യേശു നമുക്ക് നൽകിയ മാർഗമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് പറയുവാനുള്ളതും അതാണ്: നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിരാശരായി കഴിയുന്ന ആളുകളുണ്ട്. പല പല കാരണങ്ങളാണ്. ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാനായിട്ട് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർ, അവർക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് ഇനി എന്ത് മാർഗമെന്ന് ചിന്തിക്കുന്ന ധാരാളം പേർ. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. ദാമ്പത്യ ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ട്. ആരോഗ്യമാതാവിൻ്റെ തിരുനാളിൻ്റെ പ്രസക്തി ഇവിടെയാണ്. അത്ര ആരോഗ്യകരമല്ലാത്ത ജീവിത സാഹചര്യങ്ങളും ബന്ധങ്ങളിലൂടെയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യമാതാവിൻ്റെ മാധ്യസ്ഥം ഇന്ന് അനിവാര്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പ്രത്യാശയോടുകൂടി ജീവിതത്തിൻ്റെ സമ്മിശ്രമായ അനുഭവങ്ങളെ അഭിമുഖീകരിക്കുവാനും ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കുവാനുള്ള മാർഗമാണ് ഈ അമ്മ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്നേഹമുള്ളവരെ, അവസാനമായി വിശ്വാസികളായ നമുക്ക് സഭ പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ച് ആത്യന്തികമായി നമ്മൾ എത്തിച്ചേരേണ്ട നിത്യജീവനിലേക്ക്, ഉത്ഥാനത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള മനോഹരമായ സമാശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമാണ് ഈ അമ്മ എന്ന് പറഞ്ഞ് നമുക്ക് മാതൃകയായി പരിശുദ്ധ കന്യകാമറിയത്തെ എടുത്തു കാണിക്കുന്നു. തീർത്ഥാടകരായ ദൈവജനത്തിൻ്റെ ഈ യാത്രയിൽ ഈ അമ്മ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഇടത്ത് അവൾ സ്വർഗാരൂപിതയാണ്. ദൈവസന്നിധിയിൽ നിത്യജീവനിലേക്ക് പ്രവേശിച്ചവളാണ്. ആ അമ്മയുടെ മാതൃകയും മാധ്യസ്ഥവും നമുക്ക് പ്രത്യേകമായി അപേക്ഷിക്കാം. അതിനുണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പങ്കുവെച്ച് നിർത്താം. ഫ്രാൻസിസ് പാപ്പ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന തൻ്റെ ഈ ഉദ്ബോധനത്തിൽ ഒരിടത്ത് ഇപ്രകാരം പറയുന്നുണ്ട്. അദ്ദേഹം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളിൽ പ്രത്യാശയുടെ സഹകാരികളായി മാറുവാനാണ്. പാപ്പയുടെ വാക്കുകൾ ഇതാണ്: തീർച്ചയായും നമ്മൾ പ്രത്യാശയിൽ നിറയണം. നമ്മുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആകർഷണീയമായ സാക്ഷ്യങ്ങളായി മാറണം. പാപ്പ പറയും, ഒരു ചെറു പുഞ്ചിരി, ഒരു ചെറു സ്നേഹപ്രകടനം, കനിവുള്ള ഒരു നോട്ടം, കേൾക്കാൻ തയ്യാറുള്ള ചെവി, ഒരു നല്ല പ്രവൃത്തി എന്നിവ യേശുവിൻ്റെ ചൈതന്യത്തിൻ്റെ നിറവിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനാകണം. അത് സ്വീകരിക്കുന്നവർക്ക് പ്രത്യാശയുടെ ഭാഗമായ വിത്തായി അത് മാറണം. സ്നേഹമുള്ളവരെ, ഇന്നലെ ഉച്ചയ്ക്ക് നമ്മുടെ അതിരൂപതയിലെ ഒരു പുതിയ സന്യാസിനി സമൂഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മുടെ മുൻ അതിരൂപത അധ്യക്ഷൻ അഭിയുന്ന സൂസപ്പാക്യം പിതാവ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് രൂപതയ്ക്ക് വേണ്ടി ആരംഭിച്ചൊരു സന്യാസിനി സഭയുണ്ട്. അതിൻ്റെ പേരാണ് ഹാൻഡ് മെയ്ഡ്സ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ദാസിമാർ. ആ സന്യാസ സഭ മാതൃകയായി എടുത്തിരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. ഞാൻ അനുസ്മരിച്ചതുപോലെ കർത്താവിൻ്റെ തിരുഹിതത്തിന് മുന്നിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ അമ്മ ഇന്ന് സഭയിലാകമാനം വിശ്വാസികളുടെ ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യാശ പകരുവാനുള്ള ഒരു സന്യാസിനി സമൂഹമാണ്. അവർക്ക് 5 ദിവസം ധ്യാനമായിരുന്നു. ധ്യാനം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാൻ എന്നെ വിളിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുമായിട്ടൊരു 1 മണിക്കൂറോളം ഒരു കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ സഭയുടെ ചൈതന്യം കാര്യസം ഇതാണ്: സ്വയം ഓരോരുത്തരും പ്രത്യാശയുടെ അനുഭവത്തിൽ നിറയുക, മറ്റുള്ളവർക്ക് ഈ പ്രത്യാശ പകരുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പ്രത്യാശ പകരുന്നത്? 3-4 പേർ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു. അതിൽ 2 പേര് പറഞ്ഞ കാര്യം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സിസ്റ്റർ
ഈ ദിവസങ്ങളിൽ നമ്മുടെ തന്നെ ഒരു സ്കൂളിൽ കൗൺസിലിംഗ് നടത്തുകയാണ്. 4ാം ക്ലാസ്സിലൊരു കുട്ടി 4-5 തവണയെങ്കിലും ഈ സിസ്റ്ററിൻ്റെ അടുക്കൽ വന്ന് കൗൺസിലിംഗ് കൂടുകയായിരുന്നു. വീട്ടിലെന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളൊരു കുട്ടിയാണ്. അവൾക്കുള്ള ബുദ്ധിമുട്ടുകൾ സിസ്റ്റർ പലതവണ കേട്ടു. ഒരു പ്രാവശ്യം അവൾ വന്ന് പറഞ്ഞു, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. എനിക്ക് വീട്ടിൽ ഈ പഠിക്കുന്ന കാര്യങ്ങളിൽ സഹായിക്കുവാനായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. കാര്യം വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട് തെറ്റി അകന്ന് നിൽക്കുന്നൊരു സാഹചര്യമാണ്, സമാധാനമില്ല. സിസ്റ്റർ ആ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് സമയമുള്ളപ്പോൾ നീ വന്നാൽ മതി, ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞു തരാം. അങ്ങനെ ആ സിസ്റ്റർ അറിയുന്ന കാര്യങ്ങൾ അവളെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞ ഒരു വാചകം ഇതാണ് സിസ്റ്ററിനോട്: സിസ്റ്റർ എൻ്റെ അമ്മയായിരുന്നെങ്കിൽ മതിയായിരുന്നു. സിസ്റ്റർ എൻ്റെ അമ്മയായിരുന്നെങ്കിൽ മതിയായിരുന്നു. ഒരു 4ാം ക്ലാസ്സുകാരി വീട്ടിൽ കിട്ടേണ്ടതൊന്നും കിട്ടാതിരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും വാത്സല്യവും സ്നേഹവും നിഷേധിക്കപ്പെടുമ്പോൾ, ഒന്ന് ആ കുട്ടിയുടെ വിഷമം കേൾക്കുവാനായിട്ട് സമയം കൊടുത്ത ആ സിസ്റ്ററിൻ്റെ മുന്നിൽ പറഞ്ഞത്, സിസ്റ്റർ എൻ്റെ അമ്മയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സ്നേഹമുള്ള ഏതൊരു വെറും ചെറിയൊരു ഉദാഹരണമാണ്. എത്രയോ ആളുകളാണ് നമുക്കിടയിലുള്ളത്. വാർദ്ധക്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, രോഗം, ജോലിയില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നിരാശരായി നിൽക്കുകയാണ്. ആരും കേൾക്കാനില്ല, ആരും മനസ്സിലാക്കാനില്ല, സ്നേഹമില്ല, തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ടാകാം, പരിഗണനയില്ല, അംഗീകാരമില്ല, പ്രോത്സാഹനമില്ല. അങ്ങനെയുള്ള ഇടങ്ങളിലാണ് പ്രത്യാശയുടെ ചെറിയ ചെറിയ അനുഭവങ്ങൾ പകരുവാൻ ദൈവം നമ്മെ വിളിക്കുന്നത്. സിസ്റ്റർ എൻ്റെ അമ്മയായിരുന്നെങ്കിൽ, ഒരു 4ാം ക്ലാസ്സുകാരി പറയുന്നതാണ്. നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ ഇത്തരം പ്രത്യാശയുടെ അനുഭവം പകരമുള്ള കൃപയ്ക്കായി പ്രത്യാശയുടെ അമ്മയായ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വേറൊരു സിസ്റ്റർ നമ്മുടെ രൂപതയിലെ ഹോം മിഷൻ, നമ്മുടെ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ടീം സിസ്റ്റേഴ്സ് ഏതാനും ആഴ്ചകൾ ഒരിടവകയിലെ ഭവനങ്ങൾ സന്ദർശിച്ച് ഓരോ കുടുംബത്തിലും 3-4 മണിക്കൂർ അവർ ചിലവഴിക്കുന്നു അവിടെ ഉള്ളവരെ കേൾക്കുവാൻ. അങ്ങനെ ഹോം മിഷന് പോയൊരു സിസ്റ്റർ പറഞ്ഞതാണ്, ഏറ്റവും അവസാനമായി പോയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മകൾ കൂടിയുണ്ട്, ഒരു വയോധികയായ അമ്മ. അവർ രോഗിണിയാണ്, ഒരു പ്രത്യേക അസുഖമാണ് അവർക്കുള്ളത്, അസ്ഥി സംബന്ധമായ ഒരു രോഗമാണ്. അവിടെ വിരലുകൾ വ്രണമണിഞ്ഞ് അതിങ്ങനെ കൊഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക രോഗമാണ്. അവർ ഭയങ്കര വേദനയാണ്. അങ്ങനെയുള്ള അമ്മ സ്വാഭാവികമായിട്ട് ദുഃഖത്തോടുകൂടി, മ്ലാനമായ മുഖത്തോടുകൂടി വീട്ടിലിരിക്കുന്നതാണ്. അവരുടെ അടുത്താണ് സിസ്റ്റർ എത്തുന്നത്. 2-2.5 മണിക്കൂർ സിസ്റ്റർ ആ അമ്മയുമായിട്ട് സംസാരിച്ച് കേട്ടുകൊണ്ടിരുന്നു. ഏറ്റവും അവസാനം എത്തിയപ്പോൾ പ്രസന്നവതയായിട്ട്, സന്തോഷഭരിതനായിട്ടാണ് തൻ്റെ വേദനകളുടെ നടുവിലും ആ വയോധികയായ അമ്മ നിന്നത്. എന്നിട്ട് അമ്മ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഇനിയും വരണേ. സ്നേഹമുള്ളവരെ, ഈ പ്രത്യാശയുടെ തീർത്ഥാടനത്തിൽ പരിശുദ്ധ അമ്മ നൽകുന്ന മനോഹര മാതൃകകളിൽ പ്രചോദിതരായി നമുക്ക് നമ്മുടെ ജീവിതങ്ങളുടെ എല്ലാ അനുഭവങ്ങളുടെ നടുവിലും വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്, പരിപാലിക്കുന്ന ദൈവം സർവശക്തനാണ്, അവൻ തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനാണ്. ആ വിശ്വാസത്തിലാണ് പരിശുദ്ധ അമ്മ തൻ്റെ തീർത്ഥാടനം ആരംഭിക്കുന്നത്. യേശുവിൻ്റെ അമ്മയായി തൻ്റെ വിളി സ്വീകരിക്കുന്നതും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും, അതിൻ്റെ എല്ലാ കയ്പ് നിറഞ്ഞ എല്ലാ സന്തോഷപ്രദമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്. ആ അമ്മയുടെ മനോഹരമായ മാധ്യസ്ഥവും മാതൃകയും നമുക്ക് യാചിക്കാം. ആത്യന്തികമായി പരിശുദ്ധ അമ്മയെ പോലെ നിത്യജീവിതത്തിലേക്കുള്ള സ്വർഗോന്മുഖമായ ഒരു യാത്രയിലാണ് നാം. താൽക്കാലികമായ വാസമേ ഇവിടെയുള്ളൂ. നൽകപ്പെട്ടിരിക്കുന്ന സൗകര്യങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളും നമുക്ക് മാത്രമുള്ളതല്ലെന്നും അത് മറ്റുള്ളവർക്കു കൂടി അവകാശപ്പെട്ടതാണെന്നും പങ്കുവെക്കേണ്ടതാണെന്നും, എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവുകൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് പ്രത്യാശ പകരുന്ന ചെറിയ ചെറിയ സേവനങ്ങളായി, സാന്നിധ്യമായി, പ്രാർത്ഥനയായി നമുക്ക് മാറുവാനുള്ള വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. എങ്കിലും ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അതെനിക്ക് പ്രത്യാശ പകരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് അവസാനമില്ല. ഓരോ ദിവസവും അത് പുതിയതാണ്. കർത്താവിൻ്റെ വിശ്വസ്തത ഉന്നതമാണ്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ
പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ആരോഗ്യ മാതാവിൻ്റെ തിരുനാളിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയിലൂടെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, അഭിലാഷങ്ങളും, പ്രതീക്ഷകളും ഈ ദിവ്യബലിയിൽ നമുക്ക് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പുണ്യം ക്ഷമയാണ്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പുണ്ട്. നമ്മളാരും നിർബന്ധം കൊണ്ട് ദൈവത്തിൻ്റെ സമയം നമുക്ക് നേരത്തെ ആക്കാം എന്നുള്ള ആ ശൈലികൾ വെടിഞ്ഞ് ദൈവത്തിൻ്റെതായ സമയത്തിന് വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതാണ് പ്രത്യാശയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു സവിശേഷത. പ്രാർത്ഥനയിലാണ്, ദൈവവചന പാരായണത്തിലാണ് പ്രത്യാശ നമ്മിൽ നിരന്തരമായിട്ട് നിൽക്കുന്നത്. റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം ഇതിനകം നമുക്ക് സുപരിചിതമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ ദൈവ സാന്നിധ്യം, ദൈവം കൂടെയുണ്ടെന്നുള്ള അവബോധം അതിങ്ങനെ പ്രോജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ദൈവമാണ് പ്രത്യാശയുടെ നിദാനം. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. നിത്യജീവനിലേക്കുള്ള ഈ യാത്രയിൽ നമുക്ക് മുമ്പേ അവിടെ എത്തിച്ചേർന്ന പരിശുദ്ധ അമ്മ സമാശ്വാസത്തിൻ്റെയും എപ്പോഴും സാന്ത്വനത്തിൻ്റെയും പ്രത്യാശയുടെ വലിയ അടയാളമായി നിൽക്കുന്നു. ഈ അമ്മയുടെ മുന്നിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം, നമ്മെ സമർപ്പിക്കാം. അമ്മയെപ്പോലെ ദൈവഹിതം എന്താണ്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം എന്താണ്, അത് തിരിച്ചറിഞ്ഞ് അതിനോട് പൂർണ്ണമായി സഹകരിച്ചുള്ള യാത്രയിലാണ് സന്തോഷവും ആനന്ദവും അനുഭവപ്പെടുന്നത്. നമ്മുടെ കുടുംബങ്ങൾക്ക് സംരക്ഷകരായി, പ്രിയപ്പെട്ടവർക്ക് ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നവരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം മാതാവിലൂടെ പ്രത്യാശയിൽ യാത്ര ചെയ്യുവാൻ നമ്മെ ഓരോരുത്തരെയും നിരന്തരം ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.